മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം വൽപ്രേമകാതരെ കാണാം സുന്ദരരൂപനെ ഞാൻ വിവേകമതി വേഗം കാണാം വൽപ്രേമകാതരെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം വൽപ്രേമകാതരെ കാണാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55 സങ്കീർത്തനം 6 വാക്യം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ശത്രുക്കളുടെ ആക്രമണവും വിശ്വസ്തനായ സുഹൃത്തിൻ്റെ ദ്രോഹവും ദാവീദിൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. ഭയവും നിരാശയും ഏകാന്തതയും അവനെ വളഞ്ഞപ്പോൾ എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമം പ്രാപിക്കുമായിരുന്നു എന്ന് വിലപിക്കുന്നു. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ചിന്ത ദൈവവിധൻ്റെ ജീവിതത്തിലും മാനസിക വേദനയും ഭയവും ഉണ്ടാകുമെന്നാണ്. ദാവീദ് വിശ്വാസമുള്ളവനായിട്ടും തൻ്റെ വേദന മറച്ചു വയ്ക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്ന ഹൃദയത്തോടെ തൻ്റെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നു. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണത പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക എന്നതാണ്. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ജോലിയിലെ സമ്മർദ്ദങ്ങളും ബന്ധങ്ങളിലെ തകർച്ചകളും പലർക്കും എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോകണമെന്നുള്ള തോന്നലുണ്ടാകാം. എന്നാൽ ദൈവം പഠിപ്പിക്കുന്നത് ഓടിപ്പോകുവാനല്ല, അവനിൽ ആശ്രയിക്കുവാനാണ്. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഒഴിവാക്കുവാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവയ്ക്കിടയിൽ നമ്മെ താങ്ങി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. യഥാർത്ഥ വിശ്രമം ഒരു സ്ഥലത്തല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ദാവീദ് ചിറകുകൾ ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹം ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുന്നു. ഈ വചനം പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ദാവീദ് തൻ്റെ വികാരങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും അവിടെ അവസാനിച്ചില്ല. പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാൻ സമയമെടുത്തേക്കാം, എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ്റെ കൃപ എല്ലാ ദിവസവും പുതുതാണ്. നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ ഭയത്തെ ധൈര്യമായും നമ്മുടെ നിരാശയെ പ്രത്യാശയായും മാറ്റും. പ്രിയരെ, പ്രാവിൻ്റെ ചിറകുകൾ നമുക്കില്ലായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കുണ്ട്. ആ കരങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ദൈവത്തെങ്കിലേക്ക് അടുത്തു ചെല്ലുകയും അവൻ നമ്മുടെ അഭയവും ശക്തിയും നിത്യവിശ്രമമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ശാന്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമായി തീരും. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ നാളുകളിൽ സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ ഓടി ഒളിക്കാതെ നിന്നിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.